അപ്പോൾ ഇന്ന് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. PSC, SSC, RRB പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു സീരീസ് ഉപകാരപ്പെടും. അപ്പം നമ്മളിന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏജസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇന്ന് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. എന്നാൽ 5 വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. എങ്കിൽ അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സ്, അതായത് ഒരാളുടെ ഇത്ര വയസ്സിൻ്റെ മടങ്ങാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ ചെയ്യുന്നതെങ്ങനെ നമുക്ക് നോക്കാം. ഒരു ഷോർട്ട് കട്ടിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രസൻറ്റിൽ അച്ഛൻ്റെ വയസ്സും മകൻ്റെ വയസ്സും എഴുതാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങ്. അപ്പോൾ അച്ഛൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ എഴുതണം 5 years ബിഫോർ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. അപ്പം നമുക്ക് എന്താ കാണേണ്ടത്? ഇവിടെ അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സ് പ്രസൻറ്റിലെയാണ് നമുക്ക് കാണേണ്ടത്. പ്രസൻറ്റിലെ കാണണമെങ്കിൽ അച്ഛൻ്റെ വയസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? അച്ഛൻ്റെ വയസ്സ് ഇതാണ് കാണേണ്ടത്. അപ്പോൾ 3 സെലക്ട് ചെയ്യുക. 3 ഇൻറ്റു ഇത് നമ്മൾ വ്യത്യാസം തൊട്ട് താഴെ കിടക്കുന്നത് നമ്മൾ വ്യത്യാസം എടുക്കുക. 4 - 1 3 ഇൻറ്റു എത്ര വർഷമാണോ പറഞ്ഞേക്കുന്നത് ആ വർഷം ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് ചെയ്തിട്ട് 3 × 1 3 -4 × 1 4. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 × 5/1 ഈസ് 45 എന്ന് കിട്ടും. അപ്പോൾ ഇത് ആരുടെ വയസ്സാണ്? ഇത് അച്ഛൻ്റെ വയസ്സാണ്. ഇനി നമുക്ക് പ്രസൻറ്റിലെ മകൻ്റെ വയസ്സ് കാണാൻ പാടും. അപ്പോൾ 1 എടുക്കുക. 1 ഇൻറ്റു എന്ത് ചെയ്യുക? താഴെയുള്ളത് മൈനസ്. ഇതേ രീതി തന്നെയാണ് 3 ഇൻറ്റു ഇയർ എഴുതുന്നു. അടി നമ്മൾ ഇതുപോലെ തന്നെ 3 - 4. അപ്പോൾ എത്ര കിട്ടും ഉത്തരം 15 എന്ന് കിട്ടും. അപ്പം അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 45ഉം മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 15ഉമാണ്. മനസ്സിലായല്ലോ? ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. താങ്ക്